നമ്മുടെ ജീവിതവും പരിസ്ഥിതിയും തമ്മിൽ എന്തു ബന്ധം അല്ലേ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെയൊക്കെ നഗരങ്ങളിൽ നിന്നാണ്. നഗരങ്ങൾ വളരുമ്പോൾ ഒരുപാട് ഊർജ്ജം വേണം. ഇത് കണ്ടെത്തുന്നത് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഊർജ്ജം മാത്രമല്ല, വെള്ളത്തിന്റെ കാര്യത്തിലും നമ്മൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അല്ലേ? അപ്പോ ഈ വെള്ളം സംരക്ഷിക്കാൻ 3 പ്രധാന വഴികളുണ്ട്. രസമെന്താന്ന് വെച്ചാൽ ഇവ 3ഉം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ വലിയ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? ഒന്നാലോചിച്ചു നോക്കൂ. വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കാര്യം, അവർക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ ആഗോള പ്രശ്നത്തിന്റെ ഭാഗമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ കൺസ്യൂമറിസം, അതായത് ആവശ്യമില്ലാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അപ്പോ ഇതെങ്ങനെയാണ് ലോകം മുഴുവൻ ബാധിക്കുന്ന പ്രശ്നങ്ങളായി മാറുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഗ്ലോബൽ വാർമിംഗ്, അതായത് ചില വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ചു നിർത്തുന്നതുകൊണ്ട് ഭൂമി ചൂടാവുന്നു. ഇതിന്റെ മറ്റൊരു പ്രശ്നമാണ് ആസിഡ് മഴ. അന്തരീക്ഷത്തിലെ മലിനീകരണം മഴവെള്ളത്തിൽ കലരുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുന്നു. ഏറ്റവും വലിയ ഭീഷണി ആണവ അപകടങ്ങളാണ്. ചെർണോബിലും ഫുക്കുഷിമയിലുമൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ശരി, ഈ ഭീഷണികളെയൊക്കെ നമ്മളെങ്ങനെ നേരിടും? ഇതിനായി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ചില പ്രധാന നിയമങ്ങളാണിത്. കണ്ടില്ലേ, 70കൾ മുതൽക്കേ നിയമങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിയമങ്ങൾ വെറുതെ ഉണ്ടായാൽ പോരല്ലോ, അത് നടപ്പാക്കുന്നതിലാണ് കാര്യം. അപ്പോ ഇതിനെല്ലാമുള്ള ഏറ്റവും നല്ല മരുന്നെന്താണ്? ആളുകളുടെ ബോധവൽക്കരണം തന്നെ. മാറ്റം വരണമെങ്കിൽ നമ്മളെല്ലാവരും അറിയണം. അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ ഈ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ ശരിക്കും തയ്യാറാണോ?